ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പർദ ബിരിയാണി റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസിയായി അതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് നമുക്ക് ചിക്കൻ മസാല തയ്യാറാക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്കുള്ള മസാലയാണ് പറയുന്നത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 3 ടീസ്പൂൺ തൈര്. ഞാനിവിടെ പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 3 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. നിങ്ങളത് പുളിയില്ലാത്തതാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ എടുക്കാം. എന്നിട്ട് ഇതെല്ലാം നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിടാൻ മറക്കരുത്. ഇനി അതിലേക്ക് ചിക്കൻ ചേർത്തിട്ട് നന്നായി ആ മസാല തേച്ച് പിടിപ്പിക്കാം. ഇത് നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് കുബൂസിനുള്ള ഈസ്റ്റ് പൊങ്ങാൻ വെക്കാം. 1 ടീസ്പൂൺ ഈസ്റ്റ്, 2 ടീസ്പൂൺ പഞ്ചസാര, 1/4 കപ്പ് ഇളം ചൂടുവെള്ളം. നല്ല ചൂട് പാടില്ല കേട്ടോ, ഇളം ചൂട് മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 10 മിനിറ്റ് നമുക്ക് പൊങ്ങാനായി വെക്കാം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 2 കപ്പ് മൈദ, കുറച്ച് ഉപ്പ്, 3 ടേബിൾ സ്പൂൺ തൈര്, എന്നിട്ട് നമ്മൾ നേരത്തെ പൊങ്ങാനായി വെച്ച ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ മുകളിൽ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കൊരു 1 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ ഭട്ടൂരക്കൊക്കെ ഉള്ള മാവാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ മാവ് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ ചപ്പാത്തി പോലെയാണെങ്കിൽ അങ്ങനെ കുഴച്ചെടുക്കാവുന്നതാണ്. നമുക്ക് ബിരിയാണിക്കുള്ള അരി നോക്കാം. ഞാനിവിടെ ഈ ഒരു കപ്പിന് 2 കപ്പാണ് അരി എടുക്കുന്നത്. ഇത് 250 ml കപ്പാണ്. ചെറിയ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കാഷ്നട്ടും സവാള അതുപോലെ മുന്തിരി ഉണ്ടെങ്കിൽ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ മുന്തിരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതെടുത്തിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. കാഷ്നട്ട് ഇതുപോലെ ബ്രൗൺ കളറായാൽ നമുക്കത് മാറ്റി വെക്കാം. ഇനി അതിലേക്ക് തന്നെ നമ്മൾ ഒരു സവാളയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ആ ഓയിലോട്ട് തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ബിരിയാണിയിലേക്കുള്ള മസാല റെഡിയാക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. 2 കപ്പിന് ഞാനിവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. സവാള നന്നായി വെന്ത് വന്നാൽ നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പേസ്റ്റ് ആക്കരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതൊന്നിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കിതിലേക്ക് 2 തക്കാളി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നന്നായി മിക്സ് ചെയ്തത് കൊടുത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. തക്കാളി നന്നായി വേവണം. അപ്പോൾ അത് തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി ഒന്ന് ഉടച്ചു കൊടുക്കാം നന്നായി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ ഒരു പിടി മല്ലിച്ചപ്പ്, പുതിന ചെറുതായി അരിഞ്ഞതിട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പില്ലെങ്കിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇത് വേവിക്കാം. അപ്പോൾ ചിക്കനിലേക്ക് ഈ മസാല ഒക്കെ ഇറങ്ങി ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ചോറ് തയ്യാറാക്കാം. അതിനായി ഒരു വലിയൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ തന്നെയാണ് ദം ഇടുന്നത്, അതുകൊണ്ടാണ് വലുതെടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ്, 4 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം 2 ഗ്രാമ്പൂ, 2 പട്ട, 2 ഏലക്കായ ഇട്ടിട്ട് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതേ സെയിം കപ്പിൽ തന്നെയാണ്. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പാണ് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് വെള്ളം നന്നായി തിളച്ച് വന്നാൽ നമുക്ക് ഇതിലേക്ക് ഇനി റൈസ് ഇട്ട് കൊടുക്കാം. ഉപ്പിടാൻ മറക്കരുത്. നന്നായി വെള്ളമൊക്കെ നല്ല വാർന്നതിന് ശേഷം അരി ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അരി ഇട്ടിട്ട് ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് റൈസ് തയ്യാറാക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ റൈസ് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് വെള്ളം കുറയുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കുക്കറാകുമ്പോൾ നമുക്കിങ്ങനെ തുറക്കാൻ പറ്റില്ല. ഇങ്ങനെ പാനിലൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖമാണ്. ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് ഇതുപോലെ വെന്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. വെള്ളം കുറവുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പക്ഷെ ഇത് കറക്റ്റ് അളവ് തന്നെയാണ്. 1.5 കപ്പാണ് 1 കപ്പിന്. അപ്പോൾ ഇത് നമ്മളെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ ഞാൻ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫുള്ളായി മിക്സ് ചെയ്ത് കൊടുക്കണ്ട. കുറച്ച് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് മഞ്ഞ കളർ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മസാല നമുക്ക് ഫുള്ളായി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് ദം ചെയ്തെടുക്കാം. ഇനി നമ്മൾ ആ മാവിനുള്ളിൽ വെച്ച് ദം ചെയ്തെടുക്കുമല്ലോ. അപ്പോൾ 5 മിനിറ്റ് ഇത് ദം ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് 5 മിനിറ്റിന് ശേഷം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കനും റൈസൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് ഇതാ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂടി ഞാൻ നന്നായി കുഴച്ചെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ നന്നായി നല്ല വലുതാക്കി പരത്തണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു പാനിലാണ് ഈ മാവ് പർദ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതിലുണ്ടാക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നത് വലുതിനേക്കാളും നല്ല ഇതുപോലെ ചെറിയൊരു പാനിലാണ്. അപ്പോൾ നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഈ ചെറിയൊരു പാനിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയ പാനിലായതുകൊണ്ട് ഞാൻ ആ മാവിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് പറയാൻ മറന്നു പോയതാണ്. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് മൈദ ഇട്ടതിന് ശേഷം ഈ മാവ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഇറക്കാം. ഇങ്ങനെ മടക്കുകയാണെങ്കിൽ നമുക്ക് അതിലേക്ക് ഇറക്കി വെക്കാൻ എളുപ്പമാണ്. എന്നിട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് ഇങ്ങനെ പരത്തി വെച്ചിട്ട് നമുക്ക് സൈഡൊക്കെ ഇതുപോലെ ഒന്ന് പതുക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ ലൂസാക്കി ഇറക്കി വെച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് സവാളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് ബിരിയാണി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് സ്പൂൺ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടുള്ള സൈഡിലുള്ള മാവൊക്കെ എടുത്ത് നന്നായി ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ബാക്കി വരുന്ന മാവ് ഞാൻ ഇതുപോലെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ച് നമുക്കൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. അടികട്ടില്ലാത്ത പാത്രമാണെങ്കിൽ അടിയിലൊരു തട്ട് വെച്ച് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇനി ഇതാ 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. എന്നിട്ടൊരു പാൻ എടുത്ത് അതിലേക്ക് നമുക്ക് ഇതിനെ മറിച്ചിടാം. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് നമുക്ക് വേവിക്കണമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ പാന് നമുക്കിതുപോലെ അടുപ്പത്ത് വെച്ച് ഇതൊന്ന് നമുക്ക് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടിഭാഗം കണ്ടോ നന്നായി വെന്തിട്ടുണ്ട്. മറിച്ചിട്ടൊരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പർദ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. കേക്ക് പോലെയല്ലേ ഇത് കാണുമ്പോൾ. ഇതുപോലെ കേക്ക് പോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് കുറച്ച് കട്ടിയുണ്ട് കേട്ടോ. കത്തി മൂർച്ചയില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ മോൻ ഇതിൻ്റെ ഇടയിൽ കൂടെ അവന് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് കേക്ക് പോലെ ഇതുപോലെ കട്ട് ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ബിരിയാണി ഇങ്ങനെ ചാടി വരും. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷെ ഞാൻ കാര്യം പറയട്ടെ, ഇതുണ്ടാക്കിയാൽ കുറേ വേസ്റ്റ് ആവുന്നുണ്ട് കേട്ടോ. കാരണം ഇതിന് മുകളിലുള്ള മാവ് കഴിക്കാം. നമുക്ക് മയണൈസൊക്കെ കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. പക്ഷെ താഴെയുള്ള മാവ് അധികം വേവ് കുറഞ്ഞത് കൊണ്ടാണ് എന്താണെന്നറിയില്ല, നമുക്ക് കുറേ വേസ്റ്റ് ആവുന്നുണ്ട്. പിന്നെ മാവിൽ റൈസൊക്കെ ഒട്ടി പിടിച്ചിട്ട് അങ്ങനെയും കുറേ ചോറ് ബാക്കിയാവുന്നുണ്ട് കേട്ടോ.
അല്ലാതെ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. നമുക്ക് ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പ്രസൻറ്റ് ചെയ്യാനൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ ഈ പർദ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.